If the sum of two numbers is 14 and their difference is 10, then their product is dash. ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക നൽകിയിട്ടുണ്ട് 14. അതുപോലെ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10ഉമാണ്. അങ്ങനെയെങ്കിൽ അവയുടെ ഗുണനഫലം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും എടുത്താൽ എക്സ് പ്ലസ് വൈ ഇതാണ് തുക, ഇത് 14 എന്നും കിട്ടും. ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് എടുക്കാം. എക്സ് മൈനസ് വൈ 10ഉമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ആണ്, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണാം. ഇതിലെ ആദ്യത്തെ ഇക്വേഷന് 1 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ 2 എന്നും കൊടുക്കുക. നോക്കുക, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് വൈ ഇവിടെ മൈനസ് വൈയുമാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ വൈ ക്യാൻസൽ ആയിക്കോളും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ കൂട്ടുക. അപ്പോൾ എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x. വൈ പ്ലസ് വൈയും മൈനസ് വൈയും ആണ്, കൂട്ടുമ്പോൾ വൈ ക്യാൻസൽ ആവും. ഈക്വൽ ടു 14ഉം 10ഉം കൂടെ കൂട്ടിയാൽ 24. അപ്പോൾ 2x 24 ആണെങ്കിൽ എക്സ് എത്ര വരും? 24/2 = 12 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ 12 ആണ്, എക്സ് പ്ലസ് വൈ 14 ആണ്. അപ്പോൾ 12 + y = 14 എന്ന് വരും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 എന്നുള്ളതിനകത്ത് എക്സിന് 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 12 + y ഈക്വൽ ടു 14. അപ്പോൾ y എത്രയാണ്? 14 - 12, അതായത് 2. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. എക്സ് വൈ കാണാൻ ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാം. അതായത് 12 ഗുണം വൈയുടെ വാല്യൂ 2, 12 ഗുണം 2 24. അപ്പോൾ ഗുണനഫലം 24 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 24. അറേഞ്ച് ദി ഫ്രാക്ഷൻസ് 6/11, 5/6 ആൻഡ് 1/3 ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ നമുക്കിവിടെ 3 ഫ്രാക്ഷൻസ് നൽകിയിട്ടുണ്ട്. 11-ൽ 6, 6-ൽ 5, 3-ൽ 1. ഇതിനെ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള ക്രമത്തിൽ എഴുതണം. ഏറ്റവും ചെറുത് ആദ്യം, ഏറ്റവും വലുത് അവസാനവും വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവയുടെ ഏകദേശ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കുക, ആദ്യത്തെ സംഖ്യ 11-ൽ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ വില കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ അംശത്തിനോട് കൂടി ഒരു 0 ചേർക്കുക. 60/11 ആക്കുക. 60/11 വാല്യൂ എത്രയാണ്? 11 5 55 ആണ്. അപ്പോൾ 60-ൽ 11 5 തവണയേ ഉള്ളൂ. 5 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വാല്യൂ. നമുക്ക് കൃത്യം വാല്യൂ വേണ്ട, ഏകദേശം വാല്യൂ മതി. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സംഖ്യ നോക്കുക. അടുത്ത സംഖ്യ ഏതാണ്? 6-ൽ 5. അപ്പോൾ 6-ൽ 5ൻ്റെ അംശത്തിനോട് ഒരു 0 ചേർത്താൽ 50/6 എന്ന് വരും. 50-ൽ 6 എത്ര പറഞ്ഞുണ്ട്? 8 6 48. അപ്പോൾ 8 തവണ 6 ഉണ്ട്. അപ്പോൾ 8 പോയിൻറ്റ് സംതിങ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇനി 3-ൽ 1. അംശത്തിനോട് 0 ചേർത്താൽ 10 ആവും. 10/3. 10-ൽ 3 തവണയാണുള്ളത്. അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്കിത് കൂട്ടത്തിലെ ഏറ്റവും ചെറുത് എടുക്കുക. ഏറ്റവും ചെറുത് 3 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ 3-ൽ 1 ഏറ്റവും ചെറുത്. ലെസ് ദാൻ. അടുത്തത് നോക്കുക, ഇനി ചെറുതുള്ളത് ഈ 5 പോയിൻറ്റ് സംതിങ് വരുന്നത്, അതായത് 11-ൽ 6 ലെസ് ദാൻ. അടുത്തത് 8 പോയിൻ്റ് ആണല്ലോ, അതായത് 6-ൽ 5. അപ്പോൾ 3-ൽ 1 ലെസ് ദാൻ, 11-ൽ 6 ലെസ് ദാൻ, 6-ൽ 5. ഇതാണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി. വാട്ട് ഈസ് ദി മാക്സിമം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഫോംഡ് ബൈ ബെൻഡിങ് എ വയർ ഓഫ് ലെങ്ത് 24 സെൻറ്റിമീറ്റർ? 24 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ ഏറ്റവും കൂടിയ ഏരിയ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 24 സെൻറ്റിമീറ്റർ നീളമുള്ള വയർ വളച്ചാണ് നമ്മൾ ഈ ചതുരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ചതുരത്തിൻ്റെ ചുറ്റളവാണ് 24 സെൻറ്റിമീറ്റർ. ചുറ്റളവ് അഥവാ പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ അതിൻ്റെ മാക്സിമം ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, ഒരു നിശ്ചിത ചുറ്റളവിൽ ഒരു ചതുരത്തിന് പരമാവധി ഏരിയ കിട്ടുന്നത് അതൊരു സമചതുരമാകുമ്പോഴാണ്. ഒരു ഫിക്സഡ് പെരിമീറ്ററിൽ ഒരു ചതുരത്തിന് ഏറ്റവും കൂടിയ ഏരിയ വരുന്നത് അതൊരു സ്ക്വയർ ആകുമ്പോഴാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന് ഏറ്റവും കൂടിയ ഏരിയ വരുന്നത് അതൊരു സ്ക്വയർ ആകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ സ്ക്വയറിൻ്റെ 4 വശവും തുല്യ നീളമാണല്ലോ. സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. ഈ ചുറ്റളവായ 24-നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഒരു വശം A = 24/4 ആണ്, അതായത് 6 സെൻറ്റിമീറ്റർ വരും. ഇനി സ്ക്വയറാണ് ഏറ്റവും കൂടി ഏരിയ തരുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ നമുക്ക് സൂത്രവാക്യമുണ്ട്. ഏരിയ = A² ആണ്, ഒരു വശത്തിൻ്റെ സ്ക്വയർ.
അതായത് 6ൻ്റെ സ്ക്വയർ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏറ്റവും കൂടിയ ഏരിയ വരിക. ശരിയുത്തരം ഓപ്ഷൻ എ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദി വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 9 പ്ലസ് 2 റൂട്ട് 14 ഇസ് ഡാഷ്. അപ്പോൾ 9 പ്ലസ് 2 റൂട്ട് 14ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 2 റൂട്ട് 14 ആണെന്നെടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് ആദ്യ സ്റ്റെപ്പിൽ ഇതിനെ 2 വശവും സ്ക്വയർ ചെയ്യുന്നു. ഇവിടുത്തെ റൂട്ട് ഒഴിവാക്കാനാണ് ഈ സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 2 റൂട്ട് 14 എന്ന് വരും. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കുക, ഈ റൂട്ട് 14നെ നമുക്ക് കാര്യമായിട്ടൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. റൂട്ട് 14 എന്ന് പറഞ്ഞത് 7 ഗുണം 2 ആണല്ലോ. 7 ഗുണം 2. നമ്മൾ ഈ 9നെയും 7 പ്ലസ് 2 എന്ന് മാറ്റി എഴുതുന്നു. നോക്കുക, ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്, ഈ റൈറ്റ് സൈഡിലുള്ളതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രൂപത്തിലാക്കണം. ഇതിലെ 2abയിലെ 2 ഇതുണ്ട്. എയുടെ സ്ഥാനത്ത് നമുക്ക് റൂട്ട് 2ഉം ബിയുടെ സ്ഥാനത്ത് റൂട്ട് 7ഉം വന്നു കഴിഞ്ഞാൽ 2 റൂട്ട് 14 എന്നായിക്കോളും. ഇത് 2 ഗുണം 7 14 റൂട്ട് 14 എന്ന് വരും. അപ്പോൾ ആ രൂപത്തിൽ നമ്മളിതിനെ മാറ്റി എഴുതുന്നു. അപ്പോൾ ഈ 9നെ നമ്മൾ എന്ത് ചെയ്യും? 2 പ്ലസ് 7 എന്ന് എഴുതാം. 2 പ്ലസ് 7 പ്ലസ് 2 റൂട്ട് 14 എന്നാക്കുന്നു. അപ്പോൾ 9 പ്ലസ് 2 റൂട്ട് 14നെ 2 പ്ലസ് 7 പ്ലസ് 2 റൂട്ട് 14. ഇനി നോക്കുക, ആദ്യത്തത് എ സ്ക്വയർ വേണം, അടുത്തത് ബി സ്ക്വയർ വേണം. 2 എന്നുള്ളത് റൂട്ട് 2 സ്ക്വയറായി, 7 എന്നുള്ളത് റൂട്ട് 7 സ്ക്വയറായി, പ്ലസ് 2 ഇൻറ്റു റൂട്ട് 14 എന്നുള്ളതിനെ ഇതുപോലെ റൂട്ട് 2 ഗുണം റൂട്ട് 7 എന്ന് എഴുതാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 7. ഇപ്പോൾ ഇത് നോക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രൂപത്തിലായി. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എയുടെ സ്ഥാനത്ത് റൂട്ട് 2ഉം ബിയുടെ സ്ഥാനത്ത് റൂട്ട് 7ഉം. അപ്പോൾ റൂട്ട് 2 പ്ലസ് റൂട്ട് 7 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് റൂട്ട് 7 സ്ക്വയർ. അപ്പോൾ എക്സ് എത്ര വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. റൂട്ട് 2 പ്ലസ് റൂട്ട് 7 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ സി, റൂട്ട് 2 പ്ലസ് റൂട്ട് 7. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് 12 ആൻഡ് പ്രോഡക്റ്റ് ഈസ് മാക്സിമം. അപ്പോൾ 2 സംഖ്യകളുടെ തുക 12 ആണ്. അവയുടെ പ്രോഡക്റ്റ് പരമാവധിയാകുന്ന വിധത്തിൽ ആണ് ആ സംഖ്യകൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തുക സം ഫിക്സഡ് ആണ്, അത് 12 ആണ്. പക്ഷേ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്ന രീതിയിൽ സംഖ്യകൾ എടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. ഓർക്കുക, ഒരു ഫിക്സഡ് തുകയ്ക്ക് ഏറ്റവും കൂടിയ പ്രോഡക്റ്റ് കിട്ടുന്നത് ആ സംഖ്യകൾ തുല്യമാകുമ്പോഴാണ്. അതായത് സം 12 ആണ്, പ്രോഡക്റ്റ് പരമാവധി വരുന്ന രീതിയിൽ സംഖ്യകൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകൾ രണ്ടും തുല്യമായിരിക്കണം. അപ്പോൾ 12നെ 2 തുല്യ ഭാഗമായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യകൾ കിട്ടും. അതായത് 6ഉം 6ഉം ആയിരിക്കും സംഖ്യകൾ. ഇങ്ങനെ വരുമ്പോഴാണ് പ്രോഡക്റ്റ് പരമാവധി വരിക. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒരേ സംഖ്യയാണ് രണ്ടും, 6ഉം 6ഉം. അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 0 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ 0. ഇനി ഈ കാര്യം അറിയില്ലെങ്കിൽ നമുക്കിത് ഉത്തരം ചെയ്യാം. കാരണം തുക 12 വരുന്ന രീതിയിൽ 2 സംഖ്യകൾ എടുത്തു നോക്കുക. 1ഉം 11ഉം തുക 12 വരും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ഗുണം 11 11ആണ്. ഇനി 2ഉം 10ഉം എടുത്തു നോക്കുക. പ്രോഡക്റ്റ് 20ആയി. പ്രോഡക്റ്റ് കൂടി വരുന്നുണ്ട്. 3ഉം 9ഉം പ്രോഡക്റ്റ് 27. 4ഉം 8ഉം പ്രോഡക്റ്റ് 32ആയി, കൂടി വരികയാണ്. 5ഉം 7ഉം 5 7 35. 6ഉം 6ഉം 6 6 36. ഇനിയുള്ളത് 7ഉം 5ഉം ആണ്. അത് നമ്മളിവിടെ എടുത്തു 5ഉം 7ഉം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടിയ പ്രോഡക്റ്റ് വരുന്നത് ഏതാണ്? 6 ഗുണം 6. അതായത് സംഖ്യകൾ തുല്യമാകുമ്പോഴാണ് ഏറ്റവും കൂടിയ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ചെക്ക് ചെയ്യാം. എങ്ങനെയായാലും ഒരു ഫിക്സഡ് സമ്മിന്
ഏറ്റവും ഉയർന്ന പ്രോഡക്റ്റ് കിട്ടുന്നത് ആ സംഖ്യകൾ തുല്യമാകുമ്പോഴാണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 0 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ 0.